അത് നല്ലത് തന്നെ. മനസ്സ് നല്ല കട്ടിയോടെ തന്നെ ഇരിക്കുന്നു. എപ്പോ നമ്മൾ പിടിവിടുന്നോ അപ്പൊ അവർ ചാടി വീഴും. അവരെന്ന് വെച്ചാ അറിയാലോ, മറ്റവര് ബാധകള്. ഈ കഥ എന്റെ മൂല. ഇവിടെയൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് കേട്ടാ. ഇവിടെയൊക്കെയാണ് അവര് വാസസ്ഥലം. അവരെന്ന് വെച്ചാ അറിയാലോ, മറ്റവര്. അവര് തന്നെ. കണ്ടോ കുഞ്ഞിന് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങിയത് കണ്ടോ? ചേച്ചി, ഈ ഷർട്ട്, മുണ്ട്, ആ സാരി, ബെഡ്ഷീറ്റ്. സംഗതി ശരിയല്ലല്ലോ. എന്താ? എന്താ? ആളിവിടെ എവിടെയോ തന്നെ ഉണ്ട് കുഞ്ഞേ. ആളോ? മറ്റേ ആളെ അപ്പൂപ്പൻ. ഇതാണ് കുഞ്ഞെ വാതകളുടെ പ്രത്യേകത. വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എന്നെ എന്തെങ്കിലും അടയാളം കാണിച്ചു തരും. ചില സാധനങ്ങള് സ്ഥാനം മാറിക്കിടക്കുക. അടുക്കളയിൽ പൈപ്പ് തന്നെ തുറന്നിരിക്കുക. വിളക്ക് താനെ അണയ്യ, കഥക് താനെ അടയ്യ. അങ്ങനെ ഒരു അപ്പൂപ്പ, കുഞ്ഞിനെ പരീക്ഷിക്കരുത്. ഇവിടെ എവിടെയോ ഒരു മണം അടിക്കണുണ്ട്. അപ്പൂപ്പ, നമ്മള് പോണേ. കുഞ്ഞങ്ങോട്ട് പോ. ഇവരിത് എവിടെ പോയി കിടക്കുന്നു? എന്താ മോളെ? ആ ലതാകുമാരി ചേച്ചി ഇങ്ങോട്ട് കാണുന്നേ ഇല്ല. അപ്പുറത്ത് അവള് പിടിച്ചു നിർത്തി അവിടുത്തെ സകല ജോലികളും ചെയ്യിക്കായിരിക്കും. ഞാൻ അവളെ ഇനി വിളിക്കാം. ആഹാ, ഇതിനെയൊക്കെ നിരക്ക് നിർത്താൻ പഠിക്കണം. ലതാകുമാരി, ലതാകുമാരി, ലതാകുമാരി. ജോലി കഴിഞ്ഞ് ഇനി വരട്ടെ, ചോദിക്കുന്നുണ്ട്. ചായയുള്ളവരെ സൂക്ഷിക്കണം. കുഞ്ഞ് ധൈര്യമായിട്ടിരിക്കണം. മനസ്സിൽ പേടി വരുമ്പോ ഈ ലളിതേച്ചിയെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചാ മതി കേട്ടാ. ഓം ഗ്രീം, ഓം ഗ്രീം, പേടി പോട്ടെ. എന്തായമോ? അല്ലേ, വിളിച്ചിട്ട് അവള് കേൾക്കുന്നില്ല. അവിടെ കാതി കുരുവാന്ന് പോലും. ഇനി വരട്ടെ അവള് ജോലിയും കഴിഞ്ഞ്. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ശാന്തയുടെ കൊലവിടൽ ഇതുപോലായിരുന്നു. കൊല 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 കൊല. പേടിക്കാതെ കുഞ്ഞെ, ധൈര്യം കൈവിടരുത്. കിടന്ന് വിളിക്കണാണ്ടില്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ ശരണോ തരൂല്ലല്ലോ ഭഗവാനെ. എന്തു കുഞ്ഞേ? അല്ല, ഞാൻ പോണു കുഞ്ഞെ. ഞാൻ പിന്നെ വരാം കുഞ്ഞെ. ലതാ